ഇത് മക്വാലത്തുള്ള സ്ഥലമാണ്. അടുത്ത് 7 കിലോമീറ്റർ മാറി കഴിഞ്ഞാൽ പാകിസ്ഥാനെന്നാണ് പറഞ്ഞത്. ഇവിടെ നിന്ന് നോക്കിയാലും കാണാൻ പറ്റും ചില ചെക്ക് പോസ്റ്റൊക്കെ. അപ്പോൾ പാകിസ്ഥാൻ കാണാനെന്ന് ഓർത്തുകൊണ്ടാണ് ഇന്ന് രാവിലെ വിട്ടത്. പക്ഷേ അതൊരു വലിയൊരു ദുരന്തത്തിലായിരുന്നു അവസാനിച്ചത്. നമുക്ക് ആ ദുരന്തം എന്താണെന്ന് ഇപ്പോൾ ഇതിൽ തന്നെ കാണാൻ പറ്റും. ഈ പോകുന്ന വഴിക്ക് സൈഡിലുള്ള പാടങ്ങളാണ് ഈ കാണുന്നത്. ഇതിവിടെ എള്ള് കൃഷിയൊക്കെ ഉണ്ട്, പലതരത്തിലുള്ള കൃഷിയുണ്ട്. നമ്മുടെ നെൽകൃഷി മാത്രം ഞാൻ കണ്ടില്ല. ഇപ്പോൾ ഈ പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥലം മക്വാലാണ്. മക്വാൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ പാകിസ്ഥാൻ ബോർഡറിൽ നിന്ന് 2 കിലോമീറ്റർ ഉള്ളതാണ് പറഞ്ഞത്. ഞാനിപ്പോൾ അവിടെ വരെ ഒന്ന് പോയി നോക്കുകയാണ്. 2 കിലോമീറ്ററിൽ നിന്ന് പോയി നോക്കാമെന്ന് ഓർത്തുകൊണ്ടാണ്. ഇവിടെ കംപ്ലീറ്റ് ഈ പറഞ്ഞ എള്ളൊക്കെ കണ്ടിട്ടുണ്ട്. മുമ്പിൽ ട്രാക്ടറാണ് ആദ്യം ഇവിടെ ഉള്ളത്. എനിക്കിപ്പോൾ എൻ്റെ ഫേസിൽ ട്രാക്ടർ വരണം. നമ്മൾ ഈ കാണുന്ന ട്രാക്ടറെല്ലാം കംപ്ലീറ്റ് ജമ്മു താവറി വരുന്ന കള്ളവണ്ടി അല്ലെങ്കിൽ മണൽ മോഷിച്ചുകൊണ്ട് വരുന്നതാണ് ഈ കാണുന്നത്. രാവിലെ ഇത് ഫുൾ സർവീസാണ്. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇമാർ മോഷിച്ചുകൊണ്ട് വരും. എന്നിട്ട് ഇവിടെ അടുത്തുള്ള സ്ഥലത്ത് കൊണ്ട് കൂട്ടും. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് പോലീസ് പിടിക്കുകയാണെങ്കിൽ ഇമാരകത്താണ്. പക്ഷേ ഇവിടെ ഇപ്പോൾ ഞാനിവിടെ ഒരു 3-4 മണിക്കൂർ നിന്നു. ഞങ്ങളുടെ വണ്ടിയിൽ ഞാൻ കുറച്ച് നേരം ഇരിക്കേണ്ടി വന്നു. ആ സമയത്ത് ഞങ്ങളുടെ ഒരു വർക്ക് നടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കണ്ടു വെച്ചാൽ പോകുന്ന വഴിക്ക് ഈ വഴിക്ക് പാകിസ്ഥാൻ ബോർഡറിൽ പോകുന്നതാണ് ഞാൻ പോകുന്നത്. പക്ഷേ പോകുന്ന വഴിക്ക് എല്ലാം ഇങ്ങനെ വണ്ടി വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ റോഡാകെ മോശമാണ്. റോഡ് മോശമായിരുന്നു തന്നെ ഞങ്ങളുടെ വണ്ടി പഞ്ചറായി. പിന്നെ തിരിച്ചു വരെയുണ്ടായത്. ഈ പോകുന്ന സ്ഥലത്ത് കാണുന്ന ഈ വയലൊക്കെ തന്നെയാണ്. തിരിച്ചപ്പുറത്ത് ഒരു വേലിയുണ്ട്, മുള്ളുവേലിയുണ്ടെന്ന് പറഞ്ഞത്. അത് കംപ്ലീറ്റ് ഇലക്ട്രിഫിക്കേഷൻ ചെയ്തേക്കാണ്. അപ്പോൾ അവിടെ ചെന്നിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമ്മളെ കൊണ്ട് കാണിക്കുന്നൊക്കെ പറയുന്നുണ്ട്. ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് കാണിക്കും, BSF കാണിക്കും. പക്ഷേ ഞാൻ പറയാൻ പോണെങ്കിൽ തന്നെ 7 കിലോമീറ്റർ പോകണം ഇതിൻ്റെ ഉള്ളിൽ കൂടെ. ഇതിൽ കൂടെ 1 കിലോമീറ്റർ പോയപ്പോൾ തന്നെ വണ്ടി ടയർ പഞ്ചറായി. സോ അതാണിപ്പോൾ അവസ്ഥ. ഇപ്പോൾ വരാൻ പോകുന്നേ ഉള്ളൂ. ഇപ്പോൾ കാറ് പോകുന്നുണ്ട്, കുറച്ച് മിനിറ്റ് പഞ്ചറാവും. അപ്പോൾ ഈ വരുന്ന എല്ലാ വണ്ടികളും മണൽ മോഷിച്ചുകൊണ്ട് പോകണമെന്നാണ്. അത് നദിയിലെ മണൽ മോഷിച്ച് വിറ്റ് കാശാക്കുന്ന ആൾക്കാരാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതെല്ലാം. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഇത് തന്നെയാണ് പാകിസ്ഥാൻ അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഇതേപോലെ സ്ഥലങ്ങൾ തന്നെയാണ്. ആൾക്കാർ ഇതുപോലൊക്കെ തന്നെയാണ്. വേറെ പ്രശ്നങ്ങളൊന്നും ഇവിടെ ഇല്ല. പക്ഷേ ഇത് ഈ മോഷിച്ച് ജീവിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നടക്കുന്നത്. കാരണം അവർക്ക് നിലവിലുള്ള കാര്യങ്ങൾ വെച്ചുള്ള ജീവിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ ഈ ജമ്മുവിലെ ഒരു വിദൂരമായ അല്ലെങ്കിൽ ബോർഡർ ഏരിയയിലുള്ളൊരു മക്വാല എന്നുള്ളൊരു ഗ്രാമത്തിലെ കാഴ്ചയാണ് ഈ കാണുന്നില്ല. ഈ വഴിക്കിടെ അധികം പോകാൻ പറ്റില്ല. വഴി ഭയങ്കര മോശമാണ്. ട്രാക്ടർ മാത്രം പോണ വഴിയാണ്. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ ഇടയ്ക്ക് വെച്ച് നിർത്തുകയാണ്. ഇതിങ്ങനെ പോയി കഴിഞ്ഞാൽ ടാറിടാത്ത വഴിയാണ്. നേരെ പോയാൽ ബോർഡറെത്തും. ബോർഡറത്തേക്ക് കുറച്ച് ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിനെ കാണും, അത്രേ ഉള്ളൂ. പിന്നെ നമ്മുടെ വണ്ടി എത്തുന്ന കാരണം ഞാൻ തിരിച്ചു വരുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ തന്നെ ആയിരിക്കും പാകിസ്ഥാൻ്റെ അവിടെയും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. ഈ കാണുന്ന സ്ഥലം തന്നെ ആയിരിക്കും. അപ്പുറത്തും ലാൻഡ് മാത്രം മാറുന്നേ ഉള്ളൂ. സോ ഞാൻ തിരിച്ചു പോവുകയാണ്. ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞ പോലെ വണ്ടി ടയർ പൊട്ടിത്തെറിച്ചു എന്നല്ല, പൊട്ടിപ്പോയി. അപ്പോൾ പൊട്ടിപ്പോയപ്പോൾ വേറെ വഴിയൊന്നുമില്ല. ഈ സ്ഥലത്ത് പഞ്ചറെടുക്കുന്ന കട പോലും ഇല്ല. അപ്പോൾ ഇനി ഇവിടെ നിന്ന് കുറേ ദൂരം പോയിട്ട് ആളെ കൊണ്ടുവന്നിട്ട് ചെയ്യിക്കുക എന്നുള്ളതാണ്. ആൾ വന്നു, എന്നിട്ട് അമ്മമാരായാലും ഇത് കയറുന്ന സ്ക്രൂ ഡ്രൈവർ ഇല്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഈ മോഷിച്ചുകൊണ്ട് പോകുന്ന വണ്ടികൾ നമ്മൾ കാണുന്നത്. ഇവന്മാർക്ക് മര്യാദയ്ക്ക് ചെയ്യാനും അറിയാൻ പാടില്ല. ഇനി എന്താണെന്ന് അറിയാൻ പാടില്ല. കുറച്ച് കഴിഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുമായിരിക്കും. അതുകൊണ്ട് എത്ര വീട്ടിലെത്തുക, വീൽ ബാലൻസ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. വീൽ ബാലൻസ് ചെയ്തില്ലെങ്കിലും പ്രശ്നമാണ് കാണുന്നത്. ഇപ്പോൾ ദൂരെ കാണുന്നതൊക്കെ ഇങ്ങനെ കട്ടുകൊണ്ട് വന്ന വണ്ടികളാണ്. കട്ടുകൊണ്ട് വന്ന വണ്ടിയല്ല, മണലാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ.